ഒരു 2 ആഴ്ച മുമ്പ് രാത്രി അമേരിക്കയിൽ നിന്നൊരു ഫോൺ കോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയാണ്, ഒരു പെർഫ്യൂം ഞാൻ വാങ്ങി, നീ ഒന്നും നോക്കണ്ട, അത് ഡയറക്റ്റായിട്ട് നീ ഓർഡർ ചെയ്തോ. ഞാൻ പറയും, ഏത് പെർഫ്യൂം? മേസൻ്റെ ഫൂസ് ഡാർ എക്സ്ട്രാ ഡേ പെർഫ്യൂം, ഇതാണ് ആ പെർഫ്യൂം. ഞാൻ പറഞ്ഞു, എന്താണ് പെർഫ്യൂമിൻ്റെ പ്രത്യേകത? അവിടെ ജീവിതത്തിൽ ഇതുപോലൊരു സാൻഡൽവുഡിൻ്റെ മണമുള്ള ഒരു പെർഫ്യൂം ട്രൈ ചെയ്തിട്ടില്ല. ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു സാൻഡൽവുഡ് സ്മെല്ല്, നീ ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങണം. ഞാൻ പറഞ്ഞ്, സാൻഡൽവുഡ് എങ്ങനെയാണ് ക്വാളിറ്റി ഉണ്ട്? അയ്യോ, അപാര ക്വാളിറ്റിയാണ്. ഏകദേശം 42-45% ആണ് ഓയിൽ കോൺസെൻട്രേഷൻ വരുന്നത്. ഹെവി സ്മെല്ല്. ഈ പെർഫ്യൂം ഉപയോഗിച്ചിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിട്ട് കോംപ്ലിമെന്റ് കിട്ടിയത്രേ. അതിന്റെ ഓണർ എന്നോട് പറഞ്ഞത് 4 മിനിറ്റ് കഴിയുമ്പോൾ സാൻഡൽവുഡ് പൊങ്ങി വരുമെന്നാണ്. പക്ഷേ 4 മിനിറ്റ് കഴിഞ്ഞാലും ഈ ഒരു സ്പൈസി കയറിയ പോലെ ആയത് പൊങ്ങി വരുന്നത്. പക്ഷേ 4 മിനിറ്റ്, ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് കോംപ്ലിമെന്റ് കിട്ടാൻ തുടങ്ങി. നീ രാവിലെ തന്നെ ചന്ദനം അടിച്ച് ഇറങ്ങി, എനിക്ക് വേണോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ മെട്രോയിൽ കയറിയത് 16 മണിക്കൂർ കഴിഞ്ഞ് മെട്രോയിൽ കൂടെ എടുത്ത് ആടി ഹെഡ്സെറ്റും വെച്ച് പാട്ടും കേട്ട് പോയവൻ തിരിച്ചു വന്നിട്ട്, ഓ, നീ സാൻഡൽവുഡ് അല്ലേ അടിച്ചിരിക്കുന്നത്, എന്തിനാലേ, ഏത് സാൻഡൽവുഡാണ്, ഏത് ഓയിലാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അടുത്ത 16-17 കഴിഞ്ഞിട്ട് ഒരു അപ്പോൾ ഞാൻ നിനക്ക് സാൻഡൽവുഡാണ് കിട്ടുന്നത്? സാൻഡൽവുഡ്, ഞാൻ ക്ലിയർ സാൻഡൽവുഡാണ്, ഒരു ബിറ്റ് സ്പൈസി ബട്ട് സാൻഡൽവുഡ്, ഹൈ ക്വാളിറ്റി സാൻഡൽവുഡ് എന്ന് പുള്ളിക്കാരൻ എന്നോട് പറയുക. പക്ഷേ എനിക്കത് കിട്ടുന്നില്ല. എന്നുവെച്ചാൽ ഞാനത് കേൾക്കുന്ന പാടെ ഇതിങ്ങനെ കയ്യിൽ മണത്തുന്ന സമയത്ത് എനിക്ക് ആ സ്പൈസിനെസ്സാണ് കുറച്ചുകൂടെ കിട്ടുന്നത്. പക്ഷേ പുറത്തുനിന്നുള്ള ഒരു സാൻഡൽവുഡാന്ന് പറയുക, ഞാൻ ആരാന്ന് പോലും അറിയാത്തവരും. അപ്പോൾ ഇതെനിക്ക് വാങ്ങണം തോന്നി, ഞാനിത് വാങ്ങി. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, എനിക്കിതിൻ്റെ ഡീക്കൻറ്റും ട്രൈ ചെയ്തിട്ടില്ല, ഒന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ചാനലിൽ നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു നോട്ടാണ് സാൻഡൽവുഡ്. പക്ഷേ മലയാളികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ മലയാളികൾക്ക്, മണം എന്ന് പറയുമ്പോൾ ഊതിനേക്കാൾ ഓർമ്മ വരുന്നത് ഒരുപക്ഷെ സാൻഡൽവുഡ് ആയിരിക്കണം. നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് സാൻഡൽവുഡ്, അല്ലേ, ചന്ദനത്തരിയുടെ മണം. അപ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ചന്ദനത്തരിയുടെ നോട്ടുകളൊക്കെ ചേർത്തിട്ടാണ് മേക്ക് ചെയ്തതെന്നാണ് പറയുന്നത്. ഒരു ഇന്ത്യക്കാരിയാണ് ഈ പെർഫ്യൂം ചെയ്തത്. ഇതൊരു ഇന്ത്യൻ നീഷ് പെർഫ്യൂമാണ്. വില എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 15-16 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. ഇത് നീഷ് പെർഫ്യൂമാണ്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പം എനിക്കൊന്നും അറിയില്ല. അത് കണ്ടില്ലേ, റിബണൊക്കെ വെച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ ട്രൈ ചെയ്തിട്ട് ബാക്കി പറയാം. അപ്പോൾ ബോക്സ് ഇങ്ങനെയാണ്, റിബണൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ മേസൻ്റെ ഫൂസ് ഡാർ എക്സ്ട്രാ ഡേ പെർഫ്യൂം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് കേട്ടോ. അങ്ങനെ പാക്കേജിങ് ഒക്കെ കൊള്ളാം, നല്ല പാക്കേജിങ് ആണ്. ഇങ്ങനെയാണ് ബോട്ടിൽ. നല്ല ബോട്ടിലാണ്. ഇവിടെ എക്സ്ട്രാ ഡേ പെർഫ്യൂമിന് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. ക്യാപ്പ് കുഴപ്പമില്ലാത്തൊരു ക്യാപ്പ്, കൊള്ളാം. ബോട്ടിലും കുഴപ്പമില്ല, നല്ലൊരു ബോട്ടിലാണ്. മെറ്റലാണ് കൊടുത്തിട്ടുള്ളത്. ഓ, ട്രൈ ചെയ്ത് നോക്കാം. നോട്ടും കാര്യങ്ങളൊന്നും ഫ്രാഗ്രൻറ്റിക്കയിൽ കൊടുത്തിട്ടില്ല, ഫ്രാഗ്രൻറ്റിക്കയിലില്ല. അപ്പോൾ എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലായത് മുഴുവനായും സാൻഡൽവുഡാണ് ചേർത്തിരിക്കുന്നത്. ബാക്കി നോട്ടും കാര്യങ്ങളും ഞാൻ ഇനി ട്രൈ ചെയ്തിട്ട് വിശദമായിട്ട് ഞാൻ പറയാം. ഇനി എത്ര നേരം നിൽക്കും വിശദമായിട്ടുള്ള അടുത്ത പാർട്ടിൽ ഞാൻ പറയാം. ഇതൊരു ഇനീഷ്യൽ ഇംപ്രഷനാണ് ഞാൻ പറയുന്നത്. സത്യം പറയാലോ, കറ തീർത്ത റോ ആയിട്ടുള്ള ചന്ദന തൈലം. ആ പാട്ട് ഓർമ്മ വരുന്നു, ചന്ദന ചോരയിൽ തുള്ളിനീരടുവാൻ. ആ പാട്ട് എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്നു. നാച്ചുറൽ ആട്ടോ, ഭയങ്കര നാച്ചുറൽ. ഇതുപോലൊരു നാച്ചുറൽ ആയിട്ടുള്ള സാൻഡൽവുഡ്, അത് ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾക്ക് ഇന്ത്യക്കാരന് വരണം. നമ്മുടെ നാട്ടിലെ മണം അത് കൊണ്ടുവരണമെങ്കിൽ അത് ഇന്ത്യക്കാരുടെ കൈപുണ്യം തന്നെ വരണം. നമുക്കറിയാം ചന്ദനത്തിൻ്റെ മണം എന്താണെന്ന് നമുക്കറിയാം. അത് സായിപ്പ് ചെയ്താലൊന്നും അത്രത്തോളം ആക്യുറേറ്റ് ആവില്ല. ഒരു ഇന്ത്യക്കാർ വേണ്ടി വന്നു അത് ചെയ്യാൻ, സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഭയങ്കര മണം, ചന്ദനത്തിൻ്റെ മണമുണ്ട്. ഒപ്പം സാൻഡൽ സാഫ്രോൺ, അത് കുങ്കുമപ്പൂവിൻ്റെ മണമുണ്ട്. പക്ഷേ കുങ്കുമപ്പൂ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൊരു കുങ്കുമപ്പൂവിൻ്റെ മണമല്ല, മറിച്ച് കുങ്കുമപ്പൂക്കളുടെ മണം. അത് ഉണങ്ങിയ മണമല്ല, കുങ്കുമപ്പൂക്കളുടെ മണം, ഫ്രഷ് ആയിട്ടുള്ള മണം. കുങ്കുമപ്പൂ ഇട്ട് വെച്ച മുള കൊണ്ട് നെയ്ത ആ ഒരു വട്ടിയില്ലേ, അതിൽ കുങ്കുമപ്പൂക്കൾ ഇട്ട് വെച്ചിട്ട് അത് സ്മെല്ല് ചെയ്യുമ്പോൾ ഉള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള കുങ്കുമപ്പൂക്കളുടെ മണം, നല്ല അരോമ. ഒപ്പം നല്ല വുഡി സ്മെല്ലും. കൂടുതലായും വരുന്നത് സാഫ്രോൺ. അയ്യോ, ഇത് ചാകുമ്പോൾ കൊണ്ടുപോകാനുള്ള സീരീസിൽ 3ാമത്തെ പെർഫ്യൂമായിട്ട് ഞാൻ ഇവരെ കൊണ്ടുപോകും. ആദ്യത്തെ ഇനീഷ്യൽ ഇംപ്രഷനിൽ തന്നെ ഞാൻ ട്രൈ ചെയ്തതിൽ, എൻ്റെ ഇത്രയും പെർഫ്യൂം കളക്ഷനിൽ ഞാൻ ട്രൈ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് സാൻഡൽവുഡ് എവർ ഐ ട്രൈഡ്. ഇത് ടോപ്പ് ലെവലിൽ വരും. സാൻഡൽവുഡിൻ്റെ മണത്തിൽ ഏറ്റവും ടോപ്പ് ക്ലാസ് സാൻഡൽവുഡിൻ്റെ സ്മെല്ല്. മണം സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ് ആണ്. ബാക്കി കാര്യം ഞാൻ അടുത്ത പാർട്ടിൽ നമ്മൾ ഗിവ് അവേ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഏകദേശം 292 കമൻസ് ആണ് വന്നത്. ഇപ്പോൾ വിന്നറിനെ സെലക്ട് ചെയ്യാനുള്ള സമയമായി. ഞാനിപ്പോൾ ചെയ്യുന്നത് ഓട്ടോ പിക്കർ വഴിയാണ്
ലിങ്ക് അയച്ചു കൊടുത്ത് AI വഴിയാണ് ചെയ്യുന്നത്. അപ്പം കമ്പ്യൂട്ടർ തന്നെയാണ് വിജയെ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ ലൈവായി കാണിച്ചു തരാം. 294 കമന്റാണ് ടോട്ടലായിട്ടുള്ളത്. ടോട്ടൽ 3 കമന്റ് വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് സ്ക്രോൾ ചെയ്താൽ എല്ലാ കമന്റുകളും കാണാൻ പറ്റും. ഞാൻ സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ കിട്ടിയത് അജ്ഞാൻ പേര് ഫുൾ വായിക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തിനാണ് പെർഫ്യൂം അടിച്ചിരിക്കുന്നത്. യൂസ് ചെയ്തതിന്റെ ഏറ്റവും പെർഫ്യൂം. അങ്ങനെ ഒരു പെർഫ്യൂം വെർസാച്ചെ പോർവമാണ്. എന്റെ ഫേവറേറ്റ് ആണ് വെർസാച്ചെ പോർവ. പലപ്പോഴും റിവ്യൂവിൽ പറഞ്ഞിട്ടുള്ള. അപ്പം അതിനാൽ ഈ കമന്റിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, പ്രൊഫൈൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എനിക്ക് അയക്കുക. പെർഫ്യൂം സോറി ഡിലീഷ്യസ് അയക്കുന്നതിന് താങ്ക് യു സോ മച്ച്. സാൻഡൽ സാഫ്രാൻ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഇനീഷ്യൽ ഇംപ്രഷൻ എടുത്തു. ഞാൻ 1-2 ദിവസം ട്രൈ ചെയ്തു. ഒരു പെർഫ്യൂം ഇത്രത്തോളം നാച്ചുറൽ ആകാൻ പറ്റും, പ്രത്യേകിച്ച് ഒരു സാൻഡൽ നോട്ട് വരുന്ന ഒരു പെർഫ്യൂം. നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു മണമാണ് സാൻഡൽ. പക്ഷെ എല്ലാവർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നോട്ടാണ്, ഊതിനേക്കാൾ പ്രിയപ്പെട്ട ഒരു നോട്ടാണ് സാൻഡൽ. ഈ ചന്ദനത്തിന്റെ മണം നമുക്ക് ഈ റോസിന്റെ മണം പോലെയാണ്. അത് ഏത് ഒക്കേഷനും ഏത് സാഹചര്യത്തിലും ധൈര്യമായിട്ട് എടുത്ത് പൂശാൻ പറ്റുന്ന ഒരു മണമാണ് സാൻഡൽ. നമ്മുടെ ചാനൽ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ കിട്ടിയത് ആദ്യത്തെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെർഫ്യൂം സാൻഡലിന്റെ നോട്ടിൽ അവസാനമാക്കാണ് ഈ ഒരു പെർഫ്യൂം. ചാകുമ്പോ കൊണ്ടുപോകാനുള്ള സീരീസിൽ ഞാൻ ഈ ഒരു പെർഫ്യൂം ഉൾപ്പെടുത്തും. 3ാം ഭാഗമായിട്ട് ഈ ഒരു പെർഫ്യൂം ഉൾപ്പെടുത്തും. ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ കളക്ഷനിൽ വെക്കേണ്ട ഒരു പെർഫ്യൂമാണ്. എല്ലാം കൊണ്ടും പെർഫ്യൂമിന്റെ ക്വാളിറ്റി ഓഫ് ജ്യൂസിലും പെർഫോമൻസ്, ലോങ്ജിവിറ്റി, പ്രൊജക്ഷൻ, കോംപ്ലിമെന്റ് ഫാക്ടർ, വേഴ്സറ്റാലിറ്റി, ഒക്കേഷൻസ്, ഏത് സാഹചര്യത്തിലും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് സാൻഡൽ സാഫ്രോൺ. ഇതിന്റെ നോട്ട് എന്ന് പറയുന്നത് ടോപ്പ് നോട്ട് സാൻഡൽ, പിന്നെ സാഫ്രോൺ, മസ്ക്, ചന്ദനവും കുങ്കുമപ്പൂവും മസ്കും, ഈ 3 നോട്ടാണ്. പക്ഷെ എങ്കിലും കൂടുതലായി നമ്മൾ ആസ്വദിക്കുന്നത് മുഴുവനുമായുള്ളത് ചന്ദനത്തിന്റെ മണമാണ്. അത് ഹൈ ക്വാളിറ്റി, ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ചന്ദന തൈലം കൊണ്ട് ഒരു ചന്ദന നീരാട്ട് നടത്തി ഇറങ്ങി വരുന്നത് പോലെയാണ് ഇതിന്റെ ഒരു മണം. ചന്ദനച്ചോരയിൽ കുളിച്ചിറങ്ങി വരുന്ന ഒരു അനുഭവം. വാനില നോട്ട്, എവിടെയോ ട്രൈഡോൺ ഒരു വാനില നോട്ടുണ്ട്. ട്രൈഡോൺ ഗംഭീരമാണ്. ആ ട്രൈഡോണിന്റെ വാനിലയും സാൻഡലും കൂടി ചേരുമ്പോൾ ഒരു ക്രീമി സ്വീറ്റ് ഉള്ള ഒരു നോട്ടായിട്ട് മാറും. ട്രൈഡോൺ അടിപൊളി. ഇപ്പൊ ടോപ്പ് നോട്ടിലുള്ള ഈ സാൻഡൽവുഡിന്റെ മണവും പിന്നെ കുങ്കുമപ്പൂവിന്റെ മണവും മസ്ക് നമുക്ക് അങ്ങനെ കിട്ടില്ല. പക്ഷെ ചെറുതായിട്ടുണ്ട്. കൂടുതലും ചന്ദനം, ഏറ്റവും ഗുണമേന്മയേറിയ ചന്ദനം കൊണ്ട് നിർമ്മിച്ച ഒരു ജ്യൂസ്. അത് ഞാൻ പറഞ്ഞതുപോലെ സായിപ്പിന് പലപ്പോഴും ഇന്ത്യൻ നോട്ടുകൾ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോഴൊക്കെ വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മൾ ഒരുപാട് പെർഫ്യൂം ട്രൈ ചെയ്തുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും, വ്യക്തമായി എനിക്കറിയാൻ പറ്റും ഏലക്കയുടെ മണമൊക്കെ ഇവർ ഏലക്ക എന്ന് പറഞ്ഞ് പരത്തുന്ന പല മണത്തിലും യഥാർത്ഥ ഏലക്കയുടെ മണമല്ല. എന്നാൽ അപൂർവം ചില പെർഫ്യൂമിലാണ് ഏലക്കയുടെ ഒരു തനത് മണം, ആ ഒരു നാച്ചുറൽ പച്ച നിറഞ്ഞ ഏലക്കയുടെ ഈ ഒരു സ്വീറ്റ്നസും ആ ഒരു എർത്തി സ്മെല്ല് കിട്ടുന്നത് അപൂർവം ചില പെർഫ്യൂമിൽ മാത്രമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ഇവര് ചന്ദനം എന്ന് പറഞ്ഞ് ഇറക്കുന്ന പല പെർഫ്യൂമിൽ ശരിക്കും പറഞ്ഞാൽ ചന്ദനത്തിന്റെ മണം ആയിരിക്കില്ല, പകരം വേറെ ഏതെങ്കിലും ഒരു നോട്ട് ഇടയിൽ കയറി വന്ന് അതിലേക്ക് വഴിതിരിച്ചു കൊടുക്കും എന്നതുപോലെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയാൻ പറ്റും ഇത് ചന്ദനത്തിന്റെ മണമാണല്ലോ, ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഇതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മൂക്ക് വേണമെന്നില്ല, ഒരുപാട് രീതിയിൽ മണത്തി ആഞ്ഞു വലിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ചുറ്റും നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലാവും നിങ്ങൾ അടിച്ചിരിക്കുന്നത് ഒരു ചന്ദന തൈലമാണെന്ന്, ചന്ദനത്തടിയാണ്. അതാണ് ഇതിന്റെ മണം. വളരെ സിമ്പിളാണ്, വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പെർഫ്യൂം. പക്ഷെ പെർഫോമൻസും മണവും ഹൈ ക്വാളിറ്റി. ഇതിന് ഏകദേശം 14,000 രൂപയാണ്. ഇതിന്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ അത്രയും വില മതിക്കുന്ന സാധനം തന്നെയാണുള്ളത്. ഇതിനൊരു ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു 1990 അല്ലെങ്കിൽ 80-കളിലൊക്കെ ഒരു തറവാടും കോവിലകവും, ഉദാഹരണത്തിന് 6-ാം തമ്പുരാന്റെ മോഹൻലാലിന്റെ ഒരു കളിമംഗലം കോവിലകത്തെ ജഗന്നാഥവർമ്മ, ആ ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ഓറ അത്തരം ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം. എങ്കിലും ഇത്തിരി ഒരു 25 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിന് പെർഫ്യൂമിന് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരു ഞഞ്ഞാ പിഞ്ഞാട്ടുള്ള ഒരു ടൈപ്പിലൊന്നും പറ്റുന്നതല്ല. ഇത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫീൽ തരുന്ന ഒരു പെർഫ്യൂം. അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന് വിളിച്ചു പറഞ്ഞൊരു പെർഫ്യൂം. കളക്ഷനിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് വെക്കേണ്ട ഒരു നീഷ് പെർഫ്യൂമാണിത്. സോ ക്വാളിറ്റി ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്, എല്ലാം കൂടെ വാർത്തായിട്ടുള്ള പെർഫ്യൂം. ചന്ദനത്തെ കുറിച്ച് ഞാൻ കൂടുതൽ വശീകരിച്ച് പറയേണ്ട കാര്യമില്ല. സോ ഇന്ത്യൻ ചന്ദനത്തടി അതിന്റെ യഥാർത്ഥ മണം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇത് ട്രൈ ചെയ്യുക. മൈസൂർ സാൻഡൽ സോപ്പ് കുടിച്ചിറങ്ങുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു മണമാണ്. മൈസൂർ സാൻഡൽ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കിട്ടുന്ന 100 രൂപ സോപ്പ് അല്ല, അതിന് കൂടി തുറന്നുണ്ട് 1,500 രൂപ വരുന്നത്. അത് യഥാർത്ഥ ഒരു സാൻഡൽ വുഡിന്റെ സ്മെല്ല്. സോ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. സോ വാങ്ങണം എന്നുള്ളവർക്ക് ഇതൊരു 10 ml തന്നെ ധാരാളമാണ്. കാരണം അധികം അടിക്കേണ്ട ആവശ്യമില്ല.
അതിന് പ്രധാനപ്പെട്ട കാരണം 40% ഇതിൽ ഓയിൽ കോൺസെൻട്രേഷൻ വരുന്നത്. 40%. 100 ml 40 ml ഓയിലാണ്, പെർഫ്യൂം ഓയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു എണ്ണ പൂശിയതുപോലെ കയ്യിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വെയിലത്തൊക്കെ പോയാൽ ഈ മണം പോകുന്നില്ല. കൈ സോപ്പിട്ട് കഴുകിയാൽ മാത്രമേ ഈ മണം പോകും. സോ വളരെ സ്ട്രോങ് ആണ്. എന്റെ കൈ ഹൈപ്പർ ഹൈഡ്രോസിസ് ഉള്ള ഒരു അവസ്ഥ ഒരാളാണ് ഞാൻ. കൈ നന്നായിട്ട് പേർക്കും, കാലും പേർക്കും. എന്നിട്ട് പോലും എന്റെ കയ്യിൽ രാവിലെ അടിച്ചിട്ട് രാത്രി കഴിഞ്ഞും എന്റെ കയ്യിൽ മണം ഉണ്ടായിരുന്നു. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. എന്നാൽ ഇൻഒഫൻസീവ് ആണ്. എന്താണ്, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ എത്ര അടിച്ചാലും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണം. നിങ്ങൾ അത് പോകുന്ന വഴിത്താരയിലൊക്കെയും ഈ മണം നിങ്ങളെ ഫോളോ ചെയ്യും. കോംപ്ലിമെന്റ് കിട്ടും, ഉറപ്പായിട്ടും കോംപ്ലിമെന്റ് കിട്ടും. ചന്ദനത്തിന്റെ മണം ഇഷ്ടപ്പെടാത്ത ആരാണ്? എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മണമാണ് ചന്ദനത്തിന്റെ മണം. അത് നാച്ചുറൽ സാൻഡൽവുഡ് സ്മെല്ല്. നമ്മൾ വഴിയോര കടയിൽ കിട്ടുന്ന അത്തറിന്റെ മണമല്ല, നാച്ചുറൽ പ്രകൃതി ദത്തമായ ഹൈ ക്വാളിറ്റി ചന്ദനത്തിന്റെ മണം. ഞാൻ വെറുതെ ജ്യൂസ് പാഴാക്കുന്നില്ല. പെർഫോമൻസ് എന്ന് പറഞ്ഞത് ഷർട്ട് കൊണ്ട് അലക്കണം, അല്ലെങ്കിൽ കൈ സോപ്പിട്ട് ഇടണം, എങ്കിലേ ഇത് പോകും. ആ ടൈപ്പ് സാധനമാണ്. അപ്പൊ പെർഫോമൻസ് എന്നൊക്കെ ആ വാക്കുച്ചരിക്കാനേ പാടില്ല, മുകളിലാണ്. എക്സ്ട്രീംലി പോർട്ടന്റ് ആയിട്ടുള്ള പെർഫ്യൂം. സോ അതുകൊണ്ട് തന്നെ 2 സ്പ്രേക്ക് അപ്പുറം നിങ്ങൾ കൂടുതൽ അടിക്കണ്ട. ഓക്കെ, അപ്പൊ വളരെ സ്ട്രോങ് ആണ്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു തിയേറ്റർ കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ പ്രൊജക്ഷൻ വരുന്നത്. ഭയങ്കര പ്രൊജക്ഷനാണ്. ഓയിൽ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ലോങ്ജിവിറ്റി കൂടുതലാണ്. പ്രൊജക്ഷൻ വളരെ സ്ട്രോങ് ആണ്. ഞാൻ പറഞ്ഞത് ഒരു തിയേറ്റർ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലാണ് പ്രൊജക്ഷൻ. ഒരു 3-4 സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ പരിസരം മുഴുവൻ ഈ മണമായിരിക്കും. ചിലപ്പോൾ ഒരുപാട് സ്ട്രോങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നോസ് ബ്ലൈൻഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏത് കാലാവസ്ഥയിൽ ചന്ദനത്തിന്റെ മണം നമുക്ക് അത് ഇന്ന കാലാവസ്ഥ ഒന്നുമില്ല, ഏത് കാലാവസ്ഥയിൽ യൂസ് ചെയ്യാം. രാവിലെ ഉപയോഗിക്കാം, ഉച്ചയ്ക്ക്. വെയിലത്തടിച്ചിട്ട് പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അറിയാമല്ലോ, ചന്ദനത്തിന്റെ മണമൊക്കെ വെയിലത്തടിച്ചിട്ട് പോകുന്നത് അതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓഫീസിലൊക്കെ യൂസ് ചെയ്യാം, ഓഫീസിലൊക്കെ ബിസിനസ് മീറ്റിങ്ങിന്, പിന്നെ ഏത് പരിപാടിക്ക് യൂസ് ചെയ്യും. കല്യാണം, എന്ത് ചടങ്ങ്, മതപരമായ ചടങ്ങുകൾ, പ്രാർത്ഥനകൾ, കല്യാണം, പാർട്ടി, ക്ലബ്. ഇപ്പൊ റോസിന്റെ മണം ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ തന്നെയാണ് സാൻഡൽവുഡിന്റെ മണം. സോ ഇത് ഹൈ ക്വാളിറ്റി സ്മെല്ലാണ്. നിങ്ങൾക്ക് ഈ മണം, നിങ്ങൾ ഈ പെർഫ്യൂം അടിച്ചിട്ട് പോകുമ്പോൾ ഉറപ്പായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് ചോദിക്കും, ഇവിടെ ഈ മണം ഏതാ, ഇത് സാൻഡൽവുഡ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇത്ര വില കൂടിയ ഒരു പെർഫ്യൂം ആണെന്ന് പറയാൻ പറ്റും. അവർ ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും, ഇത് പെർഫ്യൂമാണെന്ന് ചോദിക്കും. നമ്മുടെ മണം കിട്ടുമ്പോൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. സോ കോംപ്ലിമെന്റ് കിട്ടും. ഇനി വേറൊരു പ്രത്യേകത, ഈ 2 കൂട്ടർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗേൾസും ഇത് ട്രൈ ചെയ്യുക. ചന്ദനത്തിന്റെ മണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ട്രൈ ചെയ്യുക. ഈ പെർഫ്യൂം മേക്ക് ചെയ്തത് ഒരു ലേഡിയാണ്. ഞാൻ അവരോട്ട് സംസാരിച്ചു, കുറച്ച് സാമ്പിൾസ് എനിക്ക് തന്നു. ചെറിയ 1.2 ml. അത് നല്ല പെർഫ്യൂംസ് ആണ്. ഞാൻ 10 റിവ്യൂ ചെയ്യാം. ഇപ്പോൾ 14,000 രൂപയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഇന്ത്യക്കാരിയുടെ കയ്യിൽ പിറന്ന ഒരു നാച്ചുറൽ സാൻഡൽവുഡിന്റെ മണം. ഇപ്പോൾ സാൻഡലിന്റെ പെർഫ്യൂം റിവ്യൂ ചെയ്തില്ല എന്ന് പലരും പറയുന്ന ഒരു മറുപടിയാണ്, നിങ്ങൾ ഇത് ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക. ഫുൾ ബോട്ടിൽ വാങ്ങേണ്ട കാര്യമില്ല, 10 ml തന്നെ ധാരാളം. ഒരു 10 ml-നകത്ത് 1 ml ഏകദേശം 10-12 സ്പ്രേ ആണ്. അപ്പൊ 10 ml ഏകദേശം നമുക്ക് എങ്ങനെ നോക്കിയാലും നമുക്ക് കുറെ ഒക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന ജ്യൂസ് ഉണ്ടാവും. ഒരു 10 ml മതി സ്പെഷ്യൽ ഒക്കേഷൻസ് ഉപയോഗിക്കാം. പെർഫ്യൂം കളക്ഷൻ കൂട്ടണം. എനിക്ക് ഭയങ്കരമായിട്ട് പെർഫ്യൂം കളക്ഷൻ, എന്താ പറയാ, കുറെ പെർഫ്യൂംസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കുറെ പെർഫ്യൂംസ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള മണങ്ങൾ, ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ല്, ഈ സിന്തറ്റിക് പെർഫ്യൂം, കെമിക്കൽ പെർഫ്യൂം ഒക്കെ ഒഴിവാക്കി പ്രകൃതിദത്തമായ പെർഫ്യൂം ട്രൈ ചെയ്യണം. അതിന് പെർഫോമൻസ് വേണം, ലോങ്ജിവിറ്റി വേണം, 4 ആൾ ചോദിക്കണം. അങ്ങനെയുള്ള ആളുകൾ, ഇപ്പൊ എന്നെ പോലെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മണങ്ങൾ വലിയ താല്പര്യമായിട്ട് ഡെഫിനറ്റ് ആയിട്ട് വാങ്ങാം. ഞാൻ പോലും ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ഒരു ഫുൾ ബോട്ടിൽ പേഴ്സണലി വാങ്ങാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ഒരു ഓർഡർ കൂടെ കൊടുത്തിട്ടുണ്ട് എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. സോ അതുപോലെ തന്നെ ഇത് ചെയ്തിരിക്കുന്ന ചന്ദനമല്ല, സാഫ്രോൺ, കുങ്കുമപ്പൂവിന്റെ മണം. കുറേ പെർഫ്യൂം ഒക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ശരിക്കും പ്രകൃതിയോട് ഇണങ്ങിയ, പ്രകൃതിദത്തമായ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുങ്കുമപ്പൂവിന്റെ മണം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂം എന്നാണ്. ചില പെർഫ്യൂമിലൊക്കെ, ഫ്രഞ്ച് പെർഫ്യൂമിലൊക്കെ കുങ്കുമപ്പൂവിന്റെ നോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ എക്സാക്ട് ഒരു കുങ്കുമപ്പൂവിന്റെ മണമൊന്നും അല്ല അതിന് കിട്ടിയിരുന്നു. പക്ഷെ ഇതിൽ നമുക്ക് കുങ്കുമപ്പൂവിന്റെ പൂവും പൊടിയും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയും, അത് അത്രത്തോളം ഇത് നാച്ചുറൽ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ നോട്ടുകളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് 10 ml ആക്കിയിട്ടുണ്ട്. ജ്യൂസിന്റെ കളർ ഉണ്ടെങ്കിൽ സ്ട്രോങ് ആണ്. ഇത് മസ്റ്റായിട്ട് വാങ്ങുക. ഒരു പാലക്കാട് കൽപ്പാത്തിയിലൊക്കെയുള്ള വലിയ പഴയ തറവാട്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട്. പഴയ തറവാടുകളും പഴമ വിളിച്ചോതുന്ന പഴയ തറവാടോട് ചേർന്ന് തന്നെ കുളമുണ്ട്. കുളത്തിലൊക്കെ കുളിച്ച് നെറ്റിയിൽ ചന്ദനമൊക്കെ ഇട്ട് മുണ്ടൊക്കെ മടക്കി കുത്തി ഒരു പേരും പെരുമയുള്ള ഒരു തറവാട്ടിൽ നിന്ന് ഉള്ളൊരു അന്തസുറ്റ ഒരാള്. അതാണ് എനിക്ക് ഈ പെർഫ്യൂമിന്റെ ക്യാരക്ടർ എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ സാധിക്കുന്ന ഇത്തിരി ബോൾഡ് ആയിട്ടുള്ള ആളുകൾ. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ആ ഒരു എനിക്ക് മോഹൻലാലിന്റെ ആ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഈ പെർഫ്യൂം ട്രൈ ചെയ്തപ്പോൾ മനസ്സിൽ തെളിയുന്ന ഒരു മുഖം. പറഞ്ഞ കൺമംഗലം കോവിലകവും ആ പരിസരവും ചുറ്റുപാടും ആ ഒരു സിനിമയും മോഹൻലാലിന്റെ ക്യാരക്ടറും, അതൊക്കെയാണ് ഈ ഒരു പെർഫ്യൂം.
സോ എനിക്ക് തോന്നുന്നു മോഹൻലാലിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂംസ് ആണ്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ട്രൈ ചെയ്ത ഒരു പ്രത്യേക അനുഭവമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ നാച്ചുറൽ സാൻഡൽവുഡ്, നാച്ചുറൽ സാഫ്രോൺ, പെർഫോമൻസ്, ലോങ്ജിവിറ്റി, പ്രൊജക്ഷൻ, കോംപ്ലിമെന്റ് എല്ലാം കൊണ്ട് ഒരു അടിപൊളി പെർഫ്യൂം കമന്റിൽ വാങ്ങാനുള്ള എൻ്റെ മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യാം. ഒപ്പം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ ഇതുപോലെ പെർഫ്യൂംസ് ഡീക്കൻ്റെ നമ്മളെ വാങ്ങാൻ പറ്റുന്നതാണ്. താങ്ക് യു സോ മച്ച്.